മന്ത്രി വി അബ്ദുറഹ്മാനും കുറുക്കോളി മൊയ്തീൻ എംഎൽഎയും നേർക്കുനേർ മത്സരിച്ചതോടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വാശിയേറിയ മത്സരം നടന്ന മണ്ഡലങ്ങളിലൊന്നായ തിരൂരിൽ കണക്കുകൂട്ടലുകളിൽ മുഴുകി മുന്നണികൾ. ഇരു മുന്നണികളും കനത്ത വിജയപ്രതീക്ഷയിൽ. LDF 4000 വോട്ടും UDF 10,000 വോട്ടും ഭൂരിപക്ഷമാണ് കണക്കാക്കുന്നത്. തിരൂർ നഗരസഭയിലും വെട്ടം, തലക്കാട്, തിരുനാവായ പഞ്ചായത്തുകളിലും വൻ മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ കണക്കുകൂട്ടലുകൾ. എന്നാൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും UDF മുന്നിലെത്തുമെന്നും 10,000-ൽ കുറയാത്ത ഭൂരിപക്ഷം ലഭിക്കുമെന്നുമാണ് UDFന്റെ കണക്ക്. തിരൂർ നഗരസഭയിലും വെട്ടം, തലക്കാട്, തിരുനാവായ പഞ്ചായത്തുകളിലും LDF മുന്നിലെത്തിയാൽ മാത്രമേ ഭൂരിപക്ഷത്തിൽ ഇടിവുണ്ടാകൂ എന്നാണ് UDF കേന്ദ്രങ്ങൾ പറയുന്നത്. അങ്ങനെ വന്നാൽ ഭൂരിപക്ഷം 5,000-ൽ താഴെയാകുമെന്നും UDF വൃത്തങ്ങൾ പറയുന്നു. കൽപ്പകഞ്ചേരി, വളവന്നൂർ, ആദവനാട് പഞ്ചായത്തുകളിൽ മുന്നണിക്ക് വൻ ഭൂരിപക്ഷം ലഭിക്കുമെന്നും ആ വോട്ടുകൾ തുണയാകുമെന്നുമാണ് ലീഗ് കണക്കുകൂട്ടൽ. CPM സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാന്റെ തട്ടകമായി കരുതുന്ന തിരൂർ നഗരസഭയിൽ ഉൾപ്പെടെ ലീഡ് നേടുമെന്നാണ് UDF കേന്ദ്രങ്ങളുടെ അവകാശം. നഗരസഭയിൽ 2,000-ലേറെയും വെട്ടം, തലക്കാട് പഞ്ചായത്തുകളിൽ 1,000-ലേറെയും വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് കരുതുന്നത്. ആദവനാട്, കൽപ്പകഞ്ചേരി, വളവന്നൂർ പഞ്ചായത്തുകളിൽ 2,000-ലേറെ വീതം വോട്ട് അധികം നേടുമെന്നും കണക്കാക്കുന്നു. സംസ്ഥാനത്ത് UDF തരംഗമുണ്ടായാൽ ഈ ഭൂരിപക്ഷം 20,000-ന് മുകളിലേക്ക് വരെ എത്താമെന്നും UDF കണക്കുകൂട്ടുന്നു. സംസ്ഥാനത്ത് UDF തരംഗമുണ്ടായാലും തിരൂർ തങ്ങളെ തുണയ്ക്കുമെന്ന LDF പ്രതീക്ഷ. UDF തരംഗമാണെങ്കിൽ 1,000-ൽ താഴെ വോട്ടുകൾക്കും, മറിച്ചാണെങ്കിൽ 4,000-ൽ കുറയാത്ത വോട്ടിനും വിജയിക്കുമെന്നാണ് LDF ക്യാമ്പുകളുടെ കണക്കുകൂട്ടൽ. തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിലെയും ലോക്സഭാ തിരഞ്ഞെടുപ്പിലെയും കണക്കുകൾ പ്രകാരം UDFുമായി വൻ വോട്ട് വ്യത്യാസമുണ്ടായിരിക്കെയാണ് LDF തിരൂരിൽ വിജയപ്രതീക്ഷ പുലർത്തുന്നത്. നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കനുസരിച്ച് 1,00,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം UDFനുണ്ട്. ആദവനാട്ട് 7,589 വോട്ടും വെട്ടത്ത് 5,642 വോട്ടും തിരൂർ നഗരസഭയിൽ 9,688 വോട്ടും UDFന് ലീഡുണ്ട്. വളവന്നൂരിൽ 6,359 വോട്ടിനും കൽപ്പകഞ്ചേരിയിൽ 8,087 വോട്ടിനും തിരുനാവായയിൽ 9,292 വോട്ടിനും തലക്കാട്ട് 4,099 വോട്ടിനും UDF ആയിരുന്നു മുന്നിൽ. നിലവിൽ മണ്ഡലത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും UDF ആണ് ഭരിക്കുന്നത്. തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ തിരുനാവായ പഞ്ചായത്തിൽ 5,000-ലേറെ വോട്ടും വളവന്നൂരിൽ 6,000-ഓളം വോട്ടും തിരൂർ നഗരസഭയിൽ 5,000-ഓളം വോട്ടും വെട്ടം പഞ്ചായത്തിൽ 3,500-ന് മുകളിലും UDFന് ഭൂരിപക്ഷമുണ്ടായിരുന്നു. 2 പതിറ്റാണ്ടുകാലം CPM ഭരിച്ച തലക്കാട് പഞ്ചായത്ത് പിടിച്ചെടുക്കുകയും കഴിഞ്ഞ തവണ നഷ്ടമായ വെട്ടം പഞ്ചായത്ത് തിരിച്ചുപിടിക്കുകയും ചെയ്തിരുന്നു. ആദവനാട്ട് 6,000-ലേറെയും കൽപ്പകഞ്ചേരിയിൽ 7,000-ലേറെയും വോട്ട് വ്യത്യാസമുണ്ടായിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് UDF ലീഡ് കുറഞ്ഞെങ്കിലും ലീഗിനെ സംബന്ധിച്ച് ഭദ്രമായ വ്യത്യാസമാണ് മണ്ഡലത്തിലുള്ളത്. 2.5 ലക്ഷത്തിലേറെ വോട്ടർമാരുള്ള മണ്ഡലത്തിൽ 1.96 ലക്ഷം പേരാണ് സമ്മതിദാനം വിനിയോഗിച്ചിട്ടുള്ളത്. എഡിറ്റർ ലൈവ്, തിരൂർ. നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.